1952 മുതൽ 62 വരെ 10 കൊല്ലം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഞങ്ങൾ സ്നേഹബഹുമാനങ്ങളോടെ വിളിച്ചിരുന്ന വി.പി. നായർ സാറായിരുന്നു. 1962 പ്രകൃതി മനോഹരമായ ശാസ്താംകോട്ടക്കായലിൻ്റെ കരയിൽ വിശാലമായ പറമ്പ് വീട് വെച്ച് അദ്ദേഹം താമസം തുടങ്ങി. അസാധാരണമായ വ്യക്തിവൈഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൊല്ലത്തിൻ്റെ ആദ്യത്തെ എം പി മാത്രമല്ല, കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന കേരള ശബ്ദത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹമായിരുന്നു. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വായനയും എഴുത്തും പഠനങ്ങളുമായി കഴിഞ്ഞ കാലത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു വലിയ ആത്മബന്ധമായി മാറുകയും ചെയ്തു. ശാസ്താംകോട്ട കായൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം ശബ്ദം ഉയർത്തിയും കേരള ശബ്ദത്തിൽ തുടരെ ലേഖനങ്ങൾ എഴുതിയും അന്നത്തെ അധികാരികളെ നേരിട്ട് കണ്ട് ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു ബോധിപ്പിച്ചും ഒക്കെ പ്രവർത്തിച്ചതായി അദ്ദേഹം പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വി.പി. നായർ സാറിനെ ഇവിടെ ഇപ്പോൾ ഓർക്കാനൊരു കാരണമുണ്ട്. ശാസ്താംകോട്ടക്കായൽ ഒരു ശുദ്ധ ജലതടാകമാണെന്നും അത് ശോഷിച്ചുകൊണ്ടും മലിനപ്പെട്ടും കൊണ്ടിരിക്കുകയാണെന്നും ആദ്യം തിരിച്ചറിഞ്ഞത് വി.പി. നായർ സാറാണ്. നാട്ടുകാർ അന്ന് പൊതുവേ വിശ്വസിച്ചിരുന്നത് ഇതൊരു അത്ഭുത ജലാശയമാണെന്നും ഇതിൻ്റെ ആഴമൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതിനൊന്നും സംഭവിക്കുകയില്ലെന്നും ഒക്കെയായിരുന്നു. നിറഞ്ഞ് തുളുമ്പി നിന്ന അതിവിപുലമായ ഈ ജലാശയം കഴിഞ്ഞ 50 വർഷം കൊണ്ടാണ് ഇന്നിപ്പോൾ കാണുന്ന വിധം ശോഷിച്ചും മലിനമായും മാറിയത്. വെള്ളം നിറഞ്ഞു നിന്ന പല മുനമ്പുകളും ചതുപ്പായി മാറി. താമസിച്ചാണെങ്കിലും ഇപ്പോൾ മാത്രമാണ് കായൽ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനുമുള്ള സമഗ്ര പരിപാടികളുമായി ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചെയർമാനായി സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് ഒരു നേരിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. സുവ്യക്തമായ പ്രവർത്തന പരിപാടികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തന പരിപാടികളായി മുന്നോട്ട് പോകുന്നതിൻ്റെ അവസാനത്തെ ഒരു ശില്പശാല ഈ കഴിഞ്ഞ ജൂൺ 21 ശാസ്താംകോട്ട പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുകയുണ്ടായി. ശാസ്താംകോട്ട വെറ്റ്ലാൻഡ് യൂണിറ്റ് താമസിയാതെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സൂചനയുമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് നേരിയ പ്രതീക്ഷ തരുന്നത് സാഹചര്യമാണ്. 1971 ഇറാനിലെ റാംസറിൽ വെച്ച് നടന്ന മഹത്തായ ഒരു കൺവെൻഷനാണ് തണ്ണീർത്തടങ്ങളുടെ സവിശേഷതകളെ വിലയിരുത്തി അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തീരുമാനത്തിലെത്തിയത്. തണ്ണീർത്തടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ പ്രദേശത്തെയാണ്. ലോകത്താകെ ഇങ്ങനെ 2400ഓളം തണ്ണീർത്തടങ്ങളുണ്ട്. ഇന്ത്യയിൽ 42 എണ്ണം, കേരളത്തിൽ 4 എണ്ണം. ഇതിൽ വലിയ സവിശേഷതയുള്ള തണ്ണീർത്തടമാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു തണ്ണീർത്തടമായി നമ്മുടെ ശാസ്താംകോട്ട കായൽ മാറിക്കഴിഞ്ഞു. അതിൻ്റെ പുനരുജ്ജീവനവും സംരക്ഷണവും പൊതുസമൂഹത്തിൻ്റെ കടമയുമായി മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് ലോകത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു തണ്ണീർത്തടം എന്ന നിലയിൽ അത് 2021 ആഗസ്റ്റിൽ റാംസർ സൈറ്റായി അംഗീകരിക്കപ്പെട്ടതിനാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ തടാകം ശുദ്ധജലം നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ഇതിന് മറ്റൊരു ജലാശയവുമായി നേരിട്ട് ബന്ധമില്ല. ശാസ്താംകോട്ടക്കായലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്ന ജലസ്രോതസ്സാണ് എന്നുള്ളതാണ്. കൊല്ലം നഗരത്തിലെയും ശാസ്താംകോട്ടയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ളം ഇവിടെ നിന്നാണ്. കേരളത്തിലെ മറ്റൊരു റാംസർ സൈറ്റിനും ഈ പ്രത്യേകതയില്ല.
ഇവിടെയാണ് കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം. അത് നമ്മൾ എടുത്തു പറയേണ്ടതും ആവർത്തിച്ചു പറയേണ്ടതുമാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കായൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്, മലിനമായി കഴിഞ്ഞു. ഇത്രയും ആമുഖമായി പറഞ്ഞത് ഈ കഴിഞ്ഞ ജൂൺ 21 നടന്ന കോൺഫറൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കേരള വെറ്റ്ലാൻഡ് അതോറിറ്റി ഒരു ശില്പശാല അന്ന് നടത്തി. കേരളത്തിലെ വെറ്റ്ലാൻഡുകളുടെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണ ചുമതല കേരള വെറ്റ്ലാൻഡ് അതോറിറ്റിക്കാണ് എന്ന് ആ ശില്പശാലയിൽ പ്രഖ്യാപിക്കുകയുണ്ട്. അതിൻ്റെ ചെയർമാൻ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യ ചുമതലക്കാരൻ ചീഫ് സെക്രട്ടറിയാണ്. ഇവിടെ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും സഹകരണങ്ങൾ തേടുവാനുമായിരുന്നു ആ ശില്പശാല. കായലിൻ്റെ സംരക്ഷണ നടത്തിപ്പിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമായി കഴിഞ്ഞതായി വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ കൊല്ലത്തെയും ശാസ്താംകോട്ടയിലെയും ചുമതലക്കാർ സൂചിപ്പിച്ചു. ശാസ്താംകോട്ട കായൽ സംരക്ഷണ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ മുഴുവൻ സമയവും ശില്പശാലയിൽ പങ്കെടുത്തതാണ്. കായൽ സംരക്ഷണത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ വിസ്തരിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. തടാക സംരക്ഷണ ആക്ഷൻ കൗൺസിൽ ഈ സംരക്ഷണ പ്രവർത്തനത്തിൽ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ആക്ഷൻ കൗൺസിലിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖാമൂലം നൽകി. വർഷങ്ങളായി ശാസ്താംകോട്ട കായൽ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയാണ് ശാസ്താംകോട്ട കായൽ സംരക്ഷണ സമിതി. അത് പിന്നെ ഒരു സമര സംഘടനയായി മാറിയപ്പോഴാണ് തടാക സംരക്ഷണ ആക്ഷൻ കൗൺസിൽ എന്ന പേര് അതിന് വന്നത്. തടാക സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ശ്രീ കരുണാകരൻ പിള്ള സാറും പ്രൊഫസർ ഗംഗപ്രസാദ് സാറും ആദരപൂർവ്വം സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ്. അവരെ സ്നേഹാദരങ്ങളോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.